ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സോയാബീൻസ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു സൈഡ് ഡിഷ് ആക്കാൻ പറ്റിയ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 100 ഗ്രാം സോയ ഇട്ട് കൊടുത്ത് ഇളക്കി 15 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3-4 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത് അരയുടെ കപ്പാണ്. അതിൽ നമുക്കൊരു 3/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുത്ത് ഓയിൽ ചൂടാക്കി അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.